ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ ആനപ്പാപ്പന്മാരുടെ ഒരു കൈവിട്ട കളി ടെലിവിഷനിൽ കണ്ടു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു 6 മാസം പ്രായമില്ലാത്ത ഒരു കുഞ്ഞിനെ ആനയുടെ തുമ്പിക്കയിലിരുത്താൻ ശ്രമിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ദൃശ്യത്തിൽ കാണാം. അപ്പോൾ ആ കുഞ്ഞ് ആ ആനയുടെ പാദത്തിൻ്റെ മുന്നിൽ വീണു, കാലിൻ്റെ മുന്നിൽ വീണു. ഈ ആന മതപ്പാടിൽ ഒരാളിനെ ചവിട്ടിക്കൊന്ന ആനയാണ്. അപ്പോൾ ഈ ഒരുപക്ഷെ ഭയം മാറ്റാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആചാരത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ തുമ്പികയിലെടുത്ത് വയ്ക്കാനൊക്കെ ഈ ആനപ്പാപ്പാൻ ശ്രമിച്ചത്. എന്തായാലും കടുത്ത അപരാധമായി പോയി. ആനയ്ക്ക് അറിയില്ലല്ലോ ഈ ആചാരത്തെക്കുറിച്ചൊന്നും. ഇത്രയും ആൾക്കാർക്ക് വിവരമില്ലാതായ നമ്മൾ എന്താ ചെയ്യുക? പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. അത് ഞാനൊരു പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോകുന്നു. തിരുവനന്തപുരം കിളിമാനൂരിൽ പോക്സോ കേസിൽ ഒരു അധ്യാപകൻ അറസ്റ്റിലായി. അധ്യാപകനായ എൻ ശാലുവാണ് പിടിയിലായിരിക്കുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മുന്നിൽ വീഡിയോ കോളിലൂടെ നഗ്നത പ്രദർശിപ്പിച്ച കേസിലാണ് ഇയാളുടെ അറസ്റ്റ്. സ്കൂൾ അധികൃതർ അധ്യാപകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചെന്ന് അമ്മ ആരോപിച്ചു. എൻ്റെ മോക്ക് പുള്ളിക്കാരൻ മോശം ചാറ്റ് ചെയ്യുകയും മോശമായിട്ട് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ വിളിക്കുകയും അതിൽ തുടർന്ന് ഞാൻ സ്കൂളിൽ ചെന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കംപ്ലൈൻറ്റ് കൊണ്ടെടുത്തപ്പോഴത്തേക്ക് അവർ ആ കംപ്ലൈൻറ്റ് സ്വീകരിക്കാൻ തന്നെ ആദ്യം വില്ലിങ് അല്ലായിരുന്നു. ഈ പരാതികളൊക്കെ വരുമ്പോഴത്തേക്ക് സ്കൂൾ അധികൃതർ രഹസ്യമായി വെക്കുകയാണ് ചെയ്യുന്നത്. കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോഴും മോള് കാര്യങ്ങളൊക്കെ പറയുന്നത്, സാർ നിരന്തരം ഉപദ്രവിക്കുന്നു, ടോർച്ചർ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നൈറ്റ് 12:30, 1, 2 മണിക്കൊക്കെയാണ് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ വിളിച്ചിരിക്കുന്നത്. വെച്ചമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നല്ലതാണ്, മോളാണ് മോശക്കാരി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. PTA പ്രസിഡന്റ് PT അംഗങ്ങളെ വിളിച്ചു കൂട്ടുകയും മോളുടെ പേര്, ഐഡന്റിറ്റി കാര്യങ്ങൾ, ഫാദറിന്റെ പേര് ഉള്ള കാര്യങ്ങളെല്ലാം കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുറത്ത് പറയും. ഇപ്പം പാരൻസിന് നമുക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. PTA നാണം കെടുത്തി അങ്ങനെ ഒരുപാട് ഇതിൽ ഞങ്ങളടുത്തും പരാതി ഒതുക്കി തീർക്കണം എന്ന രീതിയിൽ ഒരുപാട് പേര് സംസാരിക്കുക എടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് മനീഷ് മഹിവാൽ തത്സമയം ചേരുന്നു. മനീഷ്, എന്താ ശരിക്കും സംഭവിച്ചത്? നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് എന്താ മനസ്സിലായത്? SK വളരെ ഗൗരവമേറിയ സംഭവമാണ്. ഇതിൽ വിദ്യാഭ്യാസ വകുപ്പും CWC ഒക്കെ തന്നെ ഇടപെട്ടതാണ്. CWCയുടെ നിർദ്ദേശപ്രകാരമാണ് കിളിമാനൂർ പോലീസ് കേസെടുത്ത് ഇതിൽ FIR രജിസ്റ്റർ ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായിട്ടുള്ളത്. ഇയാൾ ഇന്നാണ് റിമാൻഡിലായത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അന്വേഷിച്ചപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കിളിമാനൂരിലെ ഒരു സ്കൂൾ, ആ സ്കൂളിൻ്റെ പേര് സ്വാഭാവികമായും പോക്സോ കേസായതുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കില്ല. ആ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, 12 വയസ്സുകാരിയെ അവിടുത്തെ ബയോളജി പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടുള്ള ശാലുവാണ്, എൻ ശാലു. ഇയാൾ കഴിഞ്ഞ ഓണപ്പരീക്ഷയുടെ കാലത്താണ് ഈ സംഭവം നടന്നത്. ഓണപ്പരീക്ഷയുടെ പല ദിവസങ്ങളിൽ ഇയാൾ ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ഈ സ്റ്റഡി ക്ലാസ് എന്ന രീതിയിൽ വിളിച്ചിരുന്നു, ഓൺലൈൻ ക്ലാസ് എന്ന രീതിയിൽ വിളിച്ചിരുന്നു. പെൺകുട്ടി ഉപയോഗിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മാവൻ്റെ ഫോണിലായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ആദ്യം വീഡിയോ കോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മുറിയിലേക്ക് മാറി വീഡിയോ കോൾ മാറി നിൽക്കാനൊക്കെ ഈ പെൺകുട്ടിയുടെ ആവശ്യം പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പെൺകുട്ടി പിന്നീട് പോലീസിന് മൊഴി നൽകിയത്. അങ്ങനെ അവിടെ മുറിയിലെത്തിയപ്പോഴാണ് ഇയാൾ സ്വകാര്യത അല്ലെങ്കിൽ നഗ്നത പ്രദർശിപ്പിച്ചത്. പിന്നീട് പെൺകുട്ടിയുടെ കൂടി നഗ്നത പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ പെൺകുട്ടി അത് വീട്ടുകാരോട് ആദ്യം പറഞ്ഞില്ല. പിന്നീട് പെൺകുട്ടിക്ക് സ്കൂളിൽ പോകാനോ പുറത്തേക്ക് ഇറങ്ങാനോ ഒക്കെ തന്നെ വലിയ ഭീതി ഉണ്ടായി. അങ്ങനെ പെൺകുട്ടി ഒരു കൗൺസിലിംഗ് എത്തിക്കുമ്പോഴാണ് പെൺകുട്ടി ഈ വിവരം ആ കൗൺസിലറോട് അല്ലെങ്കിൽ ബന്ധുക്കളോട് പറയുന്നത്, വീട്ടുകാരോട് പറയുന്നത്. അങ്ങനെ വീട്ടുകാർ ഇത് സ്കൂളിൽ അറിയിച്ചെങ്കിലും സ്കൂൾ അധികൃതർ ഇത് ഗൗരവമായി കണ്ടില്ല. ഈ ബയോളജി അധ്യാപകനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നീടാണ് CWCയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. അങ്ങനെ V. ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം CWC ഇത് അന്വേഷിച്ചു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി. പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് കിളിമാനൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ പോക്സോ കേസ് ചുമത്തി ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി. പക്ഷേ ഇപ്പോഴിതാ കുടുംബത്തിൻ്റെ ആരോപണം, അവിടെ PTA യോഗം ചേർന്നപ്പോൾ PTA പ്രസിഡന്റ് ഈ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നും അത് കാരണം ഇപ്പോൾ കുടുംബത്തിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണെന്നുമാണ് കുടുംബം പറയുന്നത്. എന്താണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഈ സ്കൂളിനെതിരെ. SK. ഓക്കെ, താങ്ക് യു മനീഷ് മഹിവാൽ. മറ്റ് ഒരു വാർത്ത കൂടി നമുക്ക് വരുന്നുണ്ട്. അതും നമുക്കൊരു രോഷം നിറയുന്ന വാർത്തയാണ്. പാലക്കാട് മലമ്പുഴയിൽ മദ്യം നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ കിട്ടി. ഈ അധ്യാപകന് സസ്പെൻഷൻ ഇത്രയും ലേറ്റ് ആക്കേണ്ടായത്, കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു. AEOയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. സ്കൂൾ മാനേജരെ അയോഗ്യനാക്കണമെന്നും വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് AEO ശുപാർശ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് AEO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു.
വിഷയം അറിഞ്ഞിട്ടും മറച്ചുവെച്ചെന്ന് ചൂണ്ടിക്കാട്ടി സ്കൂൾ മാനേജറെ അയോഗ്യനാക്കണമെന്ന് AEO വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് ശുപാർശ നൽകി. സ്കൂളിലെ പ്രധാനാധ്യാപിക, ക്ലാസ് ടീച്ചർ എന്നിവർക്കും വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 3 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. സമയബന്ധിതമായി മറുപടി നൽകിയില്ലെങ്കിൽ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിലുണ്ട്. വിഷയം അറിഞ്ഞിട്ടും പരാതി നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു. പരാതി നൽകാതെ മറച്ചുവെച്ചെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നതായിരുന്നു AEOയുടെ റിപ്പോർട്ട്. ഡിസംബർ 18-ന് സംഭവം അറിഞ്ഞിട്ടും ജനുവരി 3-നാണ് സ്കൂൾ പരാതി നൽകിയത്. 24 പാലക്കാട്. ഒരു സുഹൃത്ത് പറയാണ്, SKN നടക്കുന്ന കണ്ടാൽ ജഗദീഷ് നടക്കുന്ന പോലെയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ മുന്നണികൾ. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുകയാണ്. ഏപ്രിൽ 2-ാം വാരം ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഇപ്പോൾ ഏതാണ്ട് സൂചന ലഭിക്കുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അടുത്ത മാസം ആദ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെത്തും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളും പുതുച്ചേരിയുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. ഈ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക അവലോകനം പൂർത്തിയായി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കേന്ദ്ര ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ച നടത്തി. സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന സാഹചര്യമാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയത്. കേരളത്തിൽ ഏപ്രിൽ 2-ാം വാരം തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. ഒറ്റഘട്ടമായാകും തെരഞ്ഞെടുപ്പ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും കമ്മീഷണർമാരും അടുത്ത മാസം ആദ്യം കേരളത്തിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തും. രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച അന്തിമ തീരുമാനം. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഒറ്റഘട്ടമായാകും തെരഞ്ഞെടുപ്പ്. അതേസമയം അസമിലും ബംഗാളിലും 3 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. മെയ് 7-ന് മുൻപായി 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാർച്ചിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമിറക്കും. മെയ് ആദ്യമാകും വോട്ടെണ്ണൽ. 24 ഡൽഹി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയ ടേം വ്യവസ്ഥ പുനഃപരിശോധിക്കാൻ CPM ഒരുങ്ങുന്നുവെന്ന വാർത്ത. വിജയസാധ്യത കണക്കിലെടുത്ത് MLA-മാർക്ക് ഇളവ് നൽകാൻ സാധ്യതയുണ്ട്. പാർട്ടിയെ നയിക്കാൻ വീണ്ടും എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ 3-ാം തവണയും കണ്ണൂരിലെ ധർമ്മടത്ത് മത്സരിക്കും. ഇതിനിടെ ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ KU ജനീഷ് കുമാർ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഭരണ തുടർച്ചയുണ്ടാകണമെങ്കിൽ കർശനമായ തവണ വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്നതാണ് CPIM നേതാക്കൾക്കിടയിലെ വിലയിരുത്തൽ. MLA സ്ഥാനത്ത് 2 ടേം, മന്ത്രിസ്ഥാനത്ത് 1 ടേം എന്നായിരുന്നു CPIM തീരുമാനം. ഇപ്പോൾ സാഹചര്യം മാറി. പല മണ്ഡലങ്ങളിലും വിജയമുറപ്പിക്കാൻ സിറ്റിംഗ് MLA-മാർ മത്സരിച്ചേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് 3-ാം തവണ മത്സരത്തിനിറങ്ങും. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിലും കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ മട്ടന്നൂരിലും മത്സരിച്ചേക്കും. ടേം വ്യവസ്ഥ ഒഴിവാക്കണോ എന്നത് ആലോചിക്കുമെന്ന് CPIM നേതാവ് AK ബാലൻ. അനിവാര്യമായ സാഹചര്യത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട CM മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് എക്സംഷൻ ആവശ്യമായിട്ട് വരും. അനിവാര്യമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകുമ്പോൾ എക്സംഷൻ കൊടുക്കും. പക്ഷേ പൊതുവിൽ 2 പ്രാവശ്യം മത്സരിച്ച ആൾക്കാർ മത്സരിക്കണ്ട എന്നുള്ളതാണ്. ഇതിനിടെ വീണ ജോർജും KU ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കുമെന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചു. ഇരുവരും പൊതു സ്വീകാര്യർ. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കണം, മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കണ്ട. പാർട്ടി തീരുമാനമാണ് അന്തിമം. തീർച്ചയായിട്ടും ഇവർ ജനപ്രിയരായ നേതാക്കന്മാരും ജനപ്രതിനിധികളുമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. വീണ ജോർജ് തീർച്ചയായിട്ടും ജനങ്ങൾ ജയിപ്പിച്ചിരിക്കും. സീറ്റ് നിർണയത്തിൽ LDF-ൽ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് M-ൽ നിന്ന് പെരുമ്പാവൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന് CPIM-ൽ ആവശ്യമുയർന്നു. ഇടതുമുന്നണിക്ക് ഭരണം 3-ാം ടേമിലേക്ക് കടക്കണമെങ്കിൽ MLA-മാർക്ക് 2-ഉം മന്ത്രിമാർക്ക് 1-ഉം നിശ്ചയിച്ച ടേമുകൾ എടുത്തുമാറ്റണമെന്നതാണ് പാർട്ടിക്കകത്തു നിന്നും ഉയരുന്ന ആവശ്യം. പാർട്ടി സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി ഇക്കാര്യം അടുത്തുതന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. താങ്ക് യു ധർമ്മടം. അഞ്ജന പറയുന്നു, SKN ഗുഡ് ഈവനിങ്. വിദ്യാർത്ഥിനികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകർ ഇങ്ങനെയായാൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം നേരെയാവുക എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം നമ്മളെല്ലാവരും ചോദിക്കും. ഇങ്ങനെയൊക്കെയാണോ അധ്യാപകന് വേണ്ടത്? ഇയാളെ അധ്യാപകൻ എന്ന് പേരിട്ട് വിളിക്കാമോ? ഇങ്ങനെയൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകർ കുറിക്കുന്നുണ്ട്. നിങ്ങളുടെ രോഷം എനിക്ക് മനസ്സിലാകുന്നു. UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഉടൻ തുടക്കമാകും. സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റുകൾ കൈമാറുന്നതിലും മുന്നണിയിലും പാർട്ടികളിലും ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. കളമശ്ശേരി, ഇടുക്കി സീറ്റുകൾ ഘടകകക്ഷികൾ വിട്ടു നൽകണമെന്നാണ് എറണാകുളം DCC-കളുടെ ആവശ്യം.
എറണാകുളം ഇടുക്കി DCCയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. കൽപ്പറ്റയും പട്ടാമ്പിയും വേണമെന്ന നിലപാടിൽ ലീഗ് നിൽക്കുകയാണ്. ഈ മാസം 15-നകം സീറ്റ് വിഭജനം സംബന്ധിച്ച് ധാരണയാക്കാനാണ് UDF ആലോചന. ഇതിനു മുന്നേ ആവശ്യങ്ങൾ പരമാവധി മുന്നണി നേതൃത്വത്തെ അറിയിക്കുകയാണ് പാർട്ടികൾ. എറണാകുളം കളമശ്ശേരി സീറ്റ് മുസ്ലിം ലീഗിൽ നിന്ന് ഏറ്റെടുക്കണമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം. പകരം കൊച്ചി വെച്ചു മാറാനാണ് ആലോചന. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന് DCC KPCC അറിയിച്ചു. വയനാട് കൽപ്പറ്റ സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസിനോട് ആവശ്യമുന്നയിക്കണമെന്ന് ലീഗ് പ്രവർത്തക സമിതിയിൽ അഭിപ്രായമുയർന്നു. പാലക്കാട് കൊങ്ങാടിന് പകരം പട്ടാമ്പി വേണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെടും. മത്സരിക്കുകയാണെങ്കിൽ കൊല്ലം ചവറയിൽ തന്നെയായിരിക്കുമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ 24-നോട് പറഞ്ഞു. RSPയെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് വീണ്ടെടുക്കുക RSPയുടെ ഒരു എക്സിസ്റ്റൻസിൻ്റെ ആവശ്യമായി ഞങ്ങൾ കാണുകയാണ്. അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും പ്രവർത്തനങ്ങളുമായി അവിടുത്തെ പാർട്ടി ഘടകങ്ങൾ വളരെ മുന്നേ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനിയുള്ള ദിവസങ്ങൾ ഊർജിതപ്പെടുത്തി മുന്നോട്ട് പോകും. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനും മത്സരരംഗത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. ചെങ്ങന്നൂർ, ആറന്മുള, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളിലാണ് പരിഗണിക്കുന്നത്. എന്നാൽ റിപ്പോർട്ടുകൾ ചാണ്ടി ഉമ്മൻ നിഷേധിച്ചു. താൻ മത്സരിക്കുന്നതിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്നും ചാണ്ടി ഉമ്മൻ. UDF ജയിച്ചിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. എങ്ങനെയാണ് അപ്പോൾ മത്സരരംഗത്തുണ്ടാവും? അല്ലെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ K ബാബു മാറുകയാണെങ്കിൽ M ലിജുവിനാണ് കോൺഗ്രസിൽ സാധ്യത. സംഘടനയ്ക്ക് പുറത്തുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥി വേണ്ടെന്നാണ് പൊതുവികാരം. 24 കൊച്ചി. കാസർഗോഡ് ജില്ലയിലെ A ക്ലാസ് മണ്ഡലങ്ങൾ കൂടി BJP സംസ്ഥാന നേതാക്കളെ പരിഗണിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ആവശ്യപ്പെട്ടു. K സുരേന്ദ്രനെ പോലുള്ള നേതാക്കളെത്തിയാൽ മഞ്ചേശ്വരവും കാസർഗോഡ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ BJPക്ക് ഒപ്പം നിൽക്കുമെന്നാണ് അവരുടെ പ്രതികരണം. ഇതിനിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ താൻ തയ്യാറാണെന്ന് BJP നേതൃത്വത്തെ അറിയിച്ചതായി നടൻ കൂടിയ G കൃഷ്ണകുമാർ പറയുന്നു. BJP നേതാക്കളായ KG മാരാരും CK പത്മനാഭനും K സുരേന്ദ്രനും മത്സരിച്ച് ശ്രദ്ധേയമായ മണ്ഡലമാണ് മഞ്ചേശ്വരം. 1987 മുതലുള്ള തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിൽ BJP നിർണായക സ്വാധീനമാണ്. 2016 89 വോട്ടുകൾക്കും 2021 745 വോട്ടുകൾക്കും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. മഞ്ചേശ്വരത്തിനൊപ്പം പാർട്ടി A ക്ലാസ് മണ്ഡലമായി പരിഗണിക്കപ്പെടുന്ന മറ്റൊരു മണ്ഡലമാണ് കാസർഗോഡ്. ഈ രണ്ട് മണ്ഡലങ്ങളിലും സെലിബ്രിറ്റികളായ സംസ്ഥാന നേതാക്കളെ പരിഗണിക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി. നമുക്ക് എപ്പോഴും മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്റ്റേറ്റ് ഘടകത്തിനാണ് ആൾക്കാർ വന്നുകൊണ്ടുണ്ടായതും, അതേപോലെ കാസർഗോഡ് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെയുള്ള സെലിബ്രിറ്റികൾ വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് ജയിക്കാൻ സാധിക്കും. ജില്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും താൻ ലോക്സഭയിൽ മത്സരിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ എതിർശബ്ദങ്ങൾ ഉണ്ടായിരുന്നെന്നും ML അശ്വിനി ചൂണ്ടിക്കാട്ടി. ഇതിനിടെ BJP ടിക്കറ്റിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് നടൻ G കൃഷ്ണകുമാറും രംഗത്തെത്തി. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. പരമാവധി എന്നാൽ കഴിയുന്നത് ഞാൻ പ്രവർത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ പ്രവർത്തന മണ്ഡലമായ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ഏറ്റവും സന്തുഷ്ടനാവുന്ന ഒരു വ്യക്തികളൊന്നും ഞാൻ തന്നെയായിരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. വിജയസാധ്യതയുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാൻ BJPയിലെ മുതിർന്ന നേതാക്കൾ തയ്യാറെടുക്കുമ്പോഴാണ് G കൃഷ്ണകുമാറിന്റെ നീക്കം. 24 കാസർഗോഡ്, തിരുവനന്തപുരം. ഓക്കെ. കൊല്ലം കോർപ്പറേഷനിലെ തിരിച്ചടിക്ക് കാരണം പൊതുസമ്മതന അല്ലാത്ത വ്യക്തിയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയതാണെന്നാണ് CPMന്റെ റിപ്പോർട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി സംബന്ധിച്ച ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടിലാണ് ഈ പരാമർശം. കൊല്ലത്ത് നടന്ന യോഗത്തിൽ വികാരാധീനായി ജില്ലാ സെക്രട്ടറി അംഗം കൂടിയായ മേയർ സ്ഥാനാർത്ഥി VK അനിരുദ്ധൻ ഇറങ്ങിപ്പോയി. ഫസ്റ്റ് ഓൺ 24. തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന CPM കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മേയർ സ്ഥാനാർത്ഥിയുമായിരുന്ന VK അനിരുദ്ധൻ ഇറങ്ങിപ്പോയത്. കൊല്ലത്തെ തോൽവിയെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങിനിടെ പൊതുസമ്മതനല്ലാത്ത വ്യക്തിയെ മേയറായി ഉയർത്തിക്കാട്ടിയതാണ് തിരിച്ചടിയായതെന്ന പരാമർശമുണ്ടായി. ഇതിന് പിന്നാലെയാണ് വൈകാരിക രംഗങ്ങൾ. അധികാരം തേടിയല്ല താൻ CPMൽ ചേർന്നതെന്നും നാടകവും സാംബശിവന്റെ കഥാപ്രസംഗവും കണ്ടാണ് പാർട്ടി പ്രവർത്തനം തുടങ്ങിയതെന്നുമായിരുന്നു VK അനിരുദ്ധന്റെ മറുപടി. പാർട്ടിയാണ് തനിക്കെല്ലാം, പാർട്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ മത്സരിച്ചതെന്നും വികാരാധീതനായി VK അനിരുദ്ധൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിന്ന് VK അനിരുദ്ധൻ ഇറങ്ങിപ്പോവുകയായിരുന്നു. നേതാക്കൾ ഇടപെട്ട് VK അനിരുദ്ധനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 24 കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ പത്തനാപുരത്ത് തന്നെ മത്സരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. വിജയക്കുതിപ്പ് തുടരുമെന്നും KB ഗണേഷ് കുമാർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു.
പത്തനാപുരത്തല്ല ഞാൻ അവിടെ പോകാൻ, ഞാൻ പത്തനാപുരത്തുകാരനല്ലേ, ഞാൻ പത്തനാപുരത്ത് തന്നെ മത്സരിക്കും, വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട. പത്തനാപുരത്തുകാരെ എനിക്ക് നല്ല വിശ്വാസമാണ്. പത്തനാപുരത്തുകാർക്ക് ഞാനില്ലാതെ പറ്റില്ല, എനിക്ക് പത്തനാപുരത്തുകാരില്ലാതെയും പറ്റില്ല. ഞങ്ങൾ അതിനൊന്നും ഒരു സംശയമില്ല. അതിനൊക്കെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അണ്ടർസ്റ്റുഡാണ്. പത്തനാപുരത്തുകാർക്കല്ലേ അഭിമാനം. KSRTC നല്ലൊരു നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഓരോ പത്തനാപുരത്തുകാരനും ഹൃദയത്തിനുള്ളിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന മുഹൂർത്തമാണ്. അവരുടെ MLA ആണ്, അവരെ മന്ത്രിയാണ്, അവർ MLA ആക്കി അവർ മന്ത്രിയാക്കിയ ഒരാളാണ് KSRTCയെ നന്മയിലേക്ക് നയിക്കുന്നു പറയുമ്പോൾ പത്തനാപുരത്തുകാർക്ക്, ലോകമെമ്പാടുമുള്ള പത്തനാപുരത്തുകാർക്ക് അഭിമാനം തന്നെയാണ്. ഡൽഹി JNU ക്യാമ്പസിൽ വിവാദ മുദ്രാവാക്യം ഉയർത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി JNU സ്റ്റുഡൻസ് യൂണിയൻ രംഗത്ത് വന്നു. 2020 ജനുവരിയിൽ ക്യാമ്പസിലുണ്ടായ അക്രമത്തിന്റെ വാർഷികത്തിൽ സംഘടിപ്പിച്ച ജാഗ്രതാ സദസ്സാണ് നടന്നതെന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഇതിനെ ചില തെറ്റായി ചിത്രീകരിച്ചെന്നും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ വ്യക്തമാക്കുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. വിവരങ്ങൾ പറയും. SKN ഇന്നലെയായിരുന്നു ഈ സംഭവം JNU ക്യാമ്പസിനുള്ളിൽ ഉണ്ടായത്. ചില തരത്തിൽ, അതായത് വിവാദ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്കുമെതിരെയായിരുന്നു ഈ വിവാദ മുദ്രാവാക്യങ്ങൾ നടത്തിയത് എന്നത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഒരു വിശദീകരണം JNU സ്റ്റുഡൻസ് യൂണിയൻ നടത്തിയിരിക്കുന്നത്. ആ വിശദീകരണത്തിൽ പറയുന്നത്, അതായത് 2020 ജനുവരി 5-ന് ക്യാമ്പസിനുള്ളിൽ ഒരു സംഘം ആളുകൾ അതിക്രമിച്ച് കയറിക്കൊണ്ടൊരു വലിയ അക്രമ സംഭവങ്ങളന്ന് ഉണ്ടായി. അതിൻ്റെ ഓർമ്മ ദിനമായിരുന്നു ഇന്നലെ. ആ ഓർമ്മ ദിനത്തിൽ ഒരു ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. ABVPയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ കൂടിയായിരുന്നു ജാഗ്രതാ സദസ്സ് എന്നാണ് ആ വിശദീകരണത്തിൽ പറയുന്നത്. ഇതിനെയാണ് തെറ്റായി ചിത്രീകരിച്ചത്. ചില മാധ്യമങ്ങൾ അപവാദം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്തരം ശ്രമങ്ങളെ JNU സ്റ്റുഡൻസ് യൂണിയൻ അപലപിക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെ ജാമ്യം നിഷേധിച്ച സുപ്രീം കോടതി ഉത്തരവിനെതിരെ ആയിരുന്നു പ്രതിഷേധം എന്ന തരത്തിലായിരുന്നു പ്രചാരണം. എന്തായാലും അങ്ങനെ ഒരു പ്രചാരണമല്ല ഉണ്ടായത്. മറിച്ച് 2020 JNU ക്യാമ്പസിനുള്ളിൽ അക്രമ സംഭവം, അതിൻ്റെ ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ജാഗ്രതാ സദസ്സായിരുന്നു അതെന്നാണ് ഇപ്പോൾ JNU സ്റ്റുഡൻസ് യൂണിയൻ നൽകിയിരിക്കുന്ന വിശദീകരണം. SKN. ഓക്കെ, താങ്ക് യു അച്യുതൻ. ഇപ്പോൾ ഒരു അത്ര സുഖകരമല്ലാത്തൊരു വാർത്ത കൂടി വരുന്നുണ്ട്. വയനാട് മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച ഒരു യുവതിയുടെ വയറ്റിൽ നിന്ന് 2.5 മാസത്തിന് ശേഷം തുണിക്കഷ്ണം ലഭിച്ചെന്ന പരാതി. പാണ്ടിക്കടവ് സ്വദേശിനി ആണ് മെഡിക്കൽ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം ഡോക്ടർക്കെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. ഡോക്ടറുടെ ശ്രദ്ധ കുറവാണ് തുണിക്കഷ്ണം കൊടുക്കാൻ കാരണമായത് എന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. പ്രസവിച്ചാണ്, എന്നിട്ട് 75 ദിവസം വരെ ഈ വയറ്റിൽ പിന്നെ ഈ തുണി ചുരുണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, വെള്ളം കുടിച്ചാൽ മതി. എന്നിട്ട് വെള്ളം കുടിച്ചാൽ മതി, പിന്നെ കുറേ മരുന്നൊക്കെ തന്ന് എന്നിട്ട് അങ്ങനെ നമ്മളെ വിട്ട് ചെയ്ത്. പിന്നെ ഭയങ്കര വയറുവേദന, സ്മെല്ല് എല്ലാം വന്നായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് എന്തുകൊണ്ട്, പിന്നെ സ്മെല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമ്മേനെ അടുത്ത് പോയിട്ട് ഞാനും അമ്മയും കൂടെ ആശുപത്രിയിൽ പോയി ഡോക്ടറുടെ ഉള്ളിൽ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, മരുന്നും കാര്യങ്ങളും തന്നു. ഒരു കുഴപ്പമില്ല. 2 പ്രാവശ്യം ചെക്ക് ചെയ്തു, എന്നിട്ടും ഒരു കുഴപ്പമില്ല എന്നാണ് വീട്ടിലോട്ട് വന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുകയാണ് നമുക്കൊപ്പം. സുർജിത്ത്, എന്തായി സംഭവിച്ചത്? അടിക്കടി ഇങ്ങനെയുള്ള പിഴവുകൾ ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നല്ലോ, പറയൂ വിവരങ്ങൾ. SKN ഇതുമായി ബന്ധപ്പെട്ട് ഇന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. മന്ത്രി OR കേളു, അതോടൊപ്പം തന്നെ ആശുപത്രി സൂപ്രണ്ട്, DMO എന്നിവർക്കാണ് പാണ്ടിക്കടവ് സ്വദേശിയായ, മാനന്തവാടിയിലെ പാണ്ടിക്കടവ് സ്വദേശിയായ 21-കാരിയായ യുവതിയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ പ്രസവം നടക്കുന്നത്. ഇതിനുശേഷം അവർ ആശുപത്രി വിട്ടു. സുഖപ്രസവമായിരുന്നു. ആശുപത്രി വിട്ട ശേഷം അവർക്ക് കർശനമായ വേദന അനുഭവപ്പെട്ടു. 2 ഘട്ടങ്ങളിലായി 75 ദിവസത്തിനുള്ളിൽ ആശുപത്രിയിലേക്ക് വീണ്ടും എത്തി. ഈ വേദനയും അസഹനീയമായ വേദനയും ഒപ്പം തന്നെ ദുർഗന്ധവും അനുഭവിക്കുന്നു എന്നുള്ളതാണ് യുവതി പരാതിയായി പറഞ്ഞത്. പക്ഷേ ഡോക്ടർ സ്കാൻ ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ആക്ഷേപം. ഈ സ്ത്രീരോഗ വിഭാഗത്തിലെ ഡോക്ടർക്കെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നിരിക്കുന്നത്. 75 ദിവസത്തിന് ശേഷമാണ് തുണിക്കഷ്ണം പുറത്തേക്ക് വന്നത്. ഒരു വലിയ തുണിയുടെ ഒരു കെട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. കാരണം സ്കാൻ ചെയ്യാൻ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ഈ വെള്ളം കുടിക്കാത്തതിന്റെ പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ അറിയിച്ചു എന്നുള്ളതാണ്
ഈ യുവതി പറയുന്നത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് കൃത്യമായി പരിശോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ തുണിക്കഷ്ണം കുടുങ്ങില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. തുണിക്കഷ്ണം എന്ന് അല്ല, അതിനപ്പുറത്തേക്ക് വലിയൊരു ബണ്ടിൽ തന്നെയാണ് പുറത്തേക്ക് വന്നത്. എന്തായാലും വലിയ വേദന ഈ യുവതിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വേദനയെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. നിലവിൽ മന്ത്രി OR കേളു അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനുൾപ്പെടെ സ്ഥലം MLA കൂടിയായ മന്ത്രിക്കടക്കം ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നുള്ളതാണ് OR കേളു മന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മന്ത്രി അടക്കം ഉറപ്പ് നൽകുന്നത്. കൃത്യമായ രീതിയിൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ നൽകുന്ന ഉറപ്പ്. ഈ ഒരുപക്ഷെ അത് ഇൻഫെക്ഷൻ അടക്കം ഉണ്ടായി അത് വലിയ രീതിയിലുള്ള അപകടത്തിന് സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റ് ഡോക്ടർമാരടക്കം പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകണം എന്നുള്ള ആവശ്യം പൊതുവെ ഉയരുന്നുമുണ്ട്. SK. ഓക്കെ, സുർജിത്ത്, ഈ പരാതി കിട്ടിയ സ്ഥിതിക്ക് എന്തെങ്കിലും ഇതിൽ നടപടിയെടുക്കും അല്ലെങ്കിൽ നടപടി ഉണ്ടാകും എന്ന സൂചനയെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ മന്ത്രി OR കേളുമായി സംസാരിച്ചിരുന്നു, അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്, കൃത്യമായ രീതിയിൽ തന്നെ ഒരു അന്വേഷണം നടത്തും എന്നുള്ളത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രോപ്പറായ ഒരു അന്വേഷണം ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം സൂപ്രണ്ടിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നോട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം ഇതിൽ എന്താണ് സംഭവിച്ചത്, ഇതിനകത്തൊരു കൃത്യമായ അന്വേഷണം വേണം. ഒരു യുവതിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, സ്വാഭാവികമായും കൃത്യമായ ഒരു അന്വേഷണം വേണം. ആ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. SK. ഓക്കെ, എന്തായാലും യുവതിയുടെ പ്രസവം നടന്നു കഴിഞ്ഞ ഒക്ടോബർ 10-ാം തീയതിയാണ്. പ്രസവശേഷം അസഹനീയമായ വേദന അനുഭവപ്പെടുന്നതാണ് യുവതി വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിയത്. 2 തവണ ആശുപത്രിയിൽ പോയിട്ടും സ്കാനിങ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഈ തുണിക്കഷ്ണം. അവരുടെ ഉള്ളിൽ കാണുന്ന തുണിക്കഷ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ്. ഇപ്പോൾ മന്ത്രി OR കേളു നമുക്കിപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. നമസ്കാരം മിനിസ്റ്ററെ. മിനിസ്റ്ററെ, ശരിക്കും അക്ഷന്തവ്യമായ ഒരു അപരാധമാണ് ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ. ഇത്രയും വലിയൊരു സാധനം അവരുടെ വയറ്റിൽ അവശേഷിപ്പിച്ചിട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് എല്ലാം പൂട്ടി അവർ കടന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താണ് മന്ത്രിക്ക് കിട്ടിയ പരാതി? അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിഞ്ഞോ? ഈ പരാതി എനിക്ക് ഇന്നാണ് ലഭിച്ചത്. അപ്പോൾ ആ പരാതി ഞാൻ പരിശോധിച്ചതിൽ നിങ്ങൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അതിലൊരു നിജസ്ഥിതി അന്വേഷിക്കാനായിട്ട് ഞാനത് ആശുപത്രി സൂപ്രണ്ടിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് അന്വേഷിച്ച് അത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഈ കാര്യത്തിൽ അങ്ങയുടെ ഒരു ചടുല നീക്കം? കാരണം ഇതൊക്കെ വളരെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നും. കാര്യം രോഗികളുടെ കാര്യമായ ഒരു പരിഗണന ഇവർ കൊടുക്കുന്നില്ലെന്നല്ലേ? അത് 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ വിഷയം ഇപ്പം വരുന്നത്. അപ്പൊ അത് തന്നെ എന്തെല്ലാം ഉണ്ട്, അതായത് എന്തൊക്കെയാണ് ഞാനത് അന്വേഷിക്കാനായിട്ട് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീ OR കേളു. മന്ത്രി ശ്രീ OR കേളു നമ്മോട് പ്രതികരിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹം പരാതി കിട്ടിയ ഉടനെ തന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അനന്തര നടപടികൾ അദ്ദേഹം സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ പെട്ടെന്ന് കായിക വാർത്തകളിലേക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരം അടുത്ത മാസം 14-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. 14 ക്ലബ്ബുകൾ മത്സരിക്കുന്നുണ്ട്. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ദിൽന മധു തത്സമയം ചേരുന്നു. പറയൂ ദിൽന. SK, ഈ റിലയൻസിന്റെ കീഴിലുള്ള ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും അതുപോലെ തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തമ്മിലായിരുന്നു ഈ ISL നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാർ ഉണ്ടായിരുന്നത്. ആ കരാറിന്റെ കാലാവധി പൂർത്തിയാവുകയും അവരുമായി കരാർ പുതുക്കാനാവാതിരിക്കുകയും പുതിയ സ്പോൺസർമാരെ കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്താണ് ഈ ISLന്റെ നടത്തിപ്പ് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. ഇപ്പോൾ അതിനാണ് പരിഹാരം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ ISL ടീം ഉടമകളും അതുപോലെ തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പ്രതിനിധികളും ഒപ്പം കായിക മന്ത്രാലയത്തിന്റെ പ്രതിനിധികളും കൂടി ചർച്ച നടത്തുകയും ഇതിലൊരു തീരുമാനമുണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സെൻട്രൽ പൂൾ എന്ന നിലയിൽ 25 കോടി രൂപയുടെ ഒരു പൂൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ 10% അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനാണ് നൽകേണ്ടത്. അതോടൊപ്പം 30% സ്പോൺസർമാരാണ് നൽകേണ്ടത്. നിലവിൽ സ്പോൺസർമാർ ഇല്ലാത്തതിനാൽ ഈ പണം കൂടി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സംഭാവനയായി നൽകും. ഈ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് ഈ ഫെബ്രുവരി 14 മുതൽ 12-ാം സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എവേ അതുപോലെ തന്നെ ഹോം മത്സരങ്ങൾ എന്ന രീതിയിൽ 91 മത്സരങ്ങളുമായി ഒറ്റഘട്ടത്തിൽ ഈ ISL 12-ാം സീസൺ നടക്കും. ഇതോടൊപ്പം ഐ ലീഗ് മത്സരങ്ങളും ഇതുപോലെ തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 2 ടൂർണമെന്റുകളുടെയും നടത്തിപ്പിന് വേണ്ടി ഒരു ഗവേണിംഗ് കൗൺസിൽ ബോർഡിനെ കൂടി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഗവേണിംഗ് കൗൺസിൽ തന്നെയായിരിക്കും പുതിയ സ്പോൺസർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരവും നൽകിയിരിക്കുന്നത്. ആ രീതിയിൽ ഇന്ത്യൻ ഫുട്ബോൾ സമീപ ആഴ്ചകളിൽ നേരിട്ട വലിയൊരു അനിശ്ചിതത്വത്തിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു ദിൽന മധു. അനൂപ് രവികുമാർ പറയാണ്, മന്ത്രി പറയുന്ന ഉദ്യോഗസ്ഥർ കേൾക്കുന്നില്ല, ഉദ്യോഗസ്ഥർ പറയുന്ന മന്ത്രിയും
അതാണ് ആരോഗ്യമേഖല പതറാൻ കാരണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ആരോഗ്യമേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. അഷ്ടമുടി കായൽ സംരക്ഷണത്തിൽ നിലപാട് ഹൈക്കോടതി കടുപ്പിക്കുന്നു. തണ്ണീർത്തട സംരക്ഷണ കമ്മിറ്റി രൂപീകരിക്കാത്തതുകൊണ്ടാണ് സർക്കാർ വിമർശനം ഏൽക്കേണ്ടി വന്നത്. ഇപ്പോൾ കോടതിയിൽ നിന്ന് വിശദീകരണം നാളെ തന്നെ അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. ബിപിൻ, പറഞ്ഞോളൂ. ഈ കേരള ടൂറിസത്തിന്റെ ഒരു തിലകക്കുറി തന്നെയാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിലൂടെയുള്ള ആ ഗ്രാമഭംഗി ആസ്വദിച്ചൊക്കെയുള്ള കായൽ യാത്ര എത്രയോ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് വരികയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ അഷ്ടമുടി കായൽ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിനൊരു വേഗതയില്ല, അല്ലെങ്കിൽ അതിൽ കാര്യക്ഷമമായൊരു ഇടപെടൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഹൈക്കോടതിയുടെ ഭാഗത്ത് ഒരു വിമർശനമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ തണ്ണീർത്തട ഭൂമി സംരക്ഷിക്കുക, ഒപ്പം തന്നെ കായൽ മലിനമാകുന്നു, അതിലെ കയ്യേറ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ കായൽ സംരക്ഷിക്കുന്നതിനു വേണ്ടി നടപടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭിഭാഷകനാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി നൽകിയത്. ഈ പൊതു താൽപര്യ ഹർജി ഇതിനു മുൻപ് പരിഗണിച്ച ഹൈക്കോടതി എത്രയും വേഗം ഇതൊരു തണ്ണീർത്തട കൂട്ടായ്മ തന്നെ രൂപീകരിച്ച് അതിന്റെ നടപടികളിലേക്ക് കടക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതിന് ആ ഒരു ഗൗരവം നൽകിക്കൊണ്ട് സർക്കാർ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. നാളെ തന്നെ ഇതിലൊരു വിശദീകരണം നൽകണം എന്നുള്ളതാണ് ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ആ വകുപ്പിന്റെ സെക്രട്ടറി അത് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാവുകയും അതിൽ ഒരു വിശദീകരണം നൽകുകയും വേണമെന്നുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇതിലൊരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. ഓക്കെ, താങ്ക് യു ബിപിൻ സി വിജയൻ. നന്ദൻ കെ വി പറയുന്നു, ഗവൺമെൻറ് ഡോക്ടേഴ്സ് ആണല്ലോ ഇതുപോലെയുള്ള വാർത്തകൾ എപ്പോഴും ഇടം പിടിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷേ അവിടെയൊക്കെ ആകുമ്പോൾ പലപ്പോഴും അവർക്ക് ഒതുക്കി തീർക്കാൻ പല വഴികളുണ്ട്. സർക്കാർ ഡോക്ടർമാർ അവർക്ക് ഈ അഭ്യാസം അറിയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. മാത്രമല്ല അവർക്കെതിരെ ആകുമ്പോൾ പരാതികളും വളരെ സ്ട്രോങ് ആയിട്ട് വരും. കാര്യം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രികൾ ഇങ്ങനെയല്ലല്ലോ പ്രവർത്തിക്കേണ്ടത്. ശബരിമലയിൽ വൻ കവർച്ചയ്ക്ക് പ്രതികൾ പദ്ധതിയിട്ടെന്ന പ്രത്യേക അന്വേഷണ സംഘം SIT. ശ്രീകോവിലിലെ മറ്റ് സ്വർണ്ണ ഉരുപ്പടികളും കവർച്ച ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ആസൂത്രണം നടത്തിയെന്നാണ് SIT നൽകിയ റിപ്പോർട്ട്. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതികൾ ബംഗളൂരിൽ പോയി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും SIT കണ്ടെത്തിയിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ എതിർത്തുള്ള സത്യവാങ്മൂലത്തിലാണ് SITയുടെ വെളിപ്പെടുത്തൽ. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നാണ് സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തത്. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതികൾ ബംഗളൂരുവിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി. തെളിവുകൾ നശിപ്പിക്കുന്നതിനായിരുന്നു കൂടിക്കാഴ്ച. CDR പരിശോധനയിൽ ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട്. ശബരിമലയിലെ മറ്റ് അമൂല്യ വസ്തുക്കളും തട്ടിയെടുക്കാൻ സംഘം ശ്രമിച്ചുവെന്നും SIT കണ്ടെത്തി. കവർച്ചയിൽ ഗോവർദ്ധന് മുഖ്യ പങ്കുണ്ട്. പ്രായച്ചിത്തമായി ഗോവർദ്ധൻ സ്വർണവും പണവും നൽകിയത്. എന്നാൽ പണം നൽകിയത് ദേവസ്വം ബോർഡിനല്ല, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് പണം കൈമാറിയതെന്നും SIT കണ്ടെത്തി. 1999 സ്വർണം പൂശിയതിനെക്കുറിച്ച് ഗോവർദ്ധന് അറിവുണ്ടായിരുന്നു. 95 മുതൽ ശബരിമലയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ഗോവർദ്ധനെന്നും SIT. പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയത് ഗോവർദ്ധന്റെ നിർദ്ദേശാനുസരണമെന്ന കൽപേഷിന്റെ മൊഴി നിർണായകമായി. കവർച്ച പോയ സ്വർണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടക്കുന്നതായി SIT സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ആതിര സുജിത്ത് പറയുന്നു, എത്ര സില്ലിയായിട്ടാണ് ഡോക്ടേഴ്സ് ഈ പ്രസവത്തെയൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങേയറ്റം ദേഷ്യം തോന്നുന്നു എന്നാണ്. ഇത് കണ്ടിരിക്കുന്നവർക്കും ഒക്കെ തന്നെ ദേഷ്യം തോന്നുന്നു, നമുക്ക് അറിയാം. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ 24-ന് കിട്ടി. പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. VD സതീശന്റെ വിദേശ യാത്രാ താമസ ചെലവുകൾ വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്ന് ചെയർമാൻ അമീർ അഹമ്മദ് മൊഴി നൽകിയിട്ടുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ നടന്ന ഇടപാടുകളിൽ സംശയിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഒമാൻ എയർവേസ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചാണ് VD സതീശൻ UK പോയതും തിരികെ വന്നതും. മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദാണ് സതീശന് വേണ്ടി കോംപ്ലിമെന്ററി ടിക്കറ്റ് തരപ്പെടുത്തിയത്. ഈ ടിക്കറ്റിന് ടാക്സ് അടച്ചിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ്. VD സതീശന്റെ UK താമസ സൗകര്യവും മറ്റ് ചെലവുകളും വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്ന് ചെയർമാൻ അമീർ അഹമ്മദ് വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. UK യാത്രയ്ക്ക് പിന്നിൽ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദും VD സതീശനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഗൂഢാലോചനയും നടന്നുവെന്നാണ് വിജിലൻസ് സംശയിക്കുന്നത്. പുനർജനി സ്പെഷ്യൽ അക്കൗണ്ട് വഴിയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA കറണ്ട് അക്കൗണ്ട് വഴിയും പണം സ്വരൂപിച്ചു. അതേസമയം UK മലയാളികളിൽ നിന്നും പണം സ്വരൂപിച്ച മിഡ്ലാൻഡ്സ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റും ആ പണം കേരളത്തിലേക്ക് അയച്ച മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ യാതൊരുവിധ MOUവും ഒപ്പുവെച്ചിട്ടില്ല.
സാധാരണഗതിയിൽ NGO-കൾ തമ്മിൽ ഇത്തരം ഇടപാടുകളിൽ MOU ഒപ്പുവെക്കാറുണ്ടെന്നും വിജിലൻസ് വിലയിരുത്തുന്നു. 24 തിരുവനന്തപുരം. ഇനിയൊരു വിയോഗത്തിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. അദ്ദേഹത്തിന് 73 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കൊച്ചിയിലെ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അവിടെയാണ് അന്ത്യം സംഭവിച്ചത്. നാളെ രാവിലെ 10 മണിക്ക് ആലുവയിൽ ഖബറടക്കം നടക്കും. മധ്യകേരളത്തിൽ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ മുഖം. ജനപ്രതിനിധിയായും പാർട്ടി പദവികളിലും പതിറ്റാണ്ടുകളോളം അനുഭവ പരിചയം. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 VK ഇബ്രാഹിം കുഞ്ഞിന്റെ അന്ത്യം. ഏറെ നാളായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യനില വഷളായി. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മധ്യകേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ശബ്ദമായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. പാർട്ടിയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ച നേതാവെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിയോഗം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടത് പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. പ്രിയ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ നിര്യാണം നമ്മളെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞെന്ന് നേതാക്കൾ അനുസ്മരിച്ചു. VK ഇബ്രാഹിം കുഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ സഹപ്രവർത്തകനും ജ്യേഷ്ഠ സഹോദരനുമായിരുന്നു. VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ വേർപാട് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. പ്രിയപ്പെട്ട VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ വേർപാട് അങ്ങേയറ്റം ദുഃഖകരമാണ്. മന്ത്രി എന്ന നിലയ്ക്കും എറണാകുളം ജില്ലയിലെ UDF-ൻ്റെ ഒരു വലിയ അമരക്കാരൻ എന്ന നിലയ്ക്കും വലിയ സേവനമാണ് നടത്തിയിട്ടുള്ളത്. വലിയ അംഗീകാരം നേടിയ ഒരു നേതാവാണ് പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ വേർപാട് അങ്ങേയറ്റം ദുഃഖകരമാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ നഷ്ടമാണ്. എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ വേർപാട്ടിൽ ഞാൻ എല്ലാവരോടും കൂടി അനുശോചനത്തിൽ ഏർപ്പെടുന്നു. നാളെ രാവിലെ 10 ആലുവ ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം. ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. 24 കൊച്ചി. 2 തവണ UDF മന്ത്രിസഭകൾ അംഗമായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് മലബാറിന് പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്നു. സംസ്ഥാന ഹൈവേകളുടെയും ഫ്ലൈ ഓവറുകളുടെയും വികസനത്തിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. എന്നാൽ പാലാരിവട്ടം പാലം അഴിമതിക്കേസ് രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുകയും ചെയ്തു. മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള VK ഇബ്രാഹിം കുഞ്ഞിന്റെ ചുവടുവയ്പ്. മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായും പ്രസിഡന്റായും പ്രവർത്തിച്ചു. 2001 മട്ടാഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക്. 2006 വീണ്ടും വിജയം. 2011 16 കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ് ഇബ്രാഹിം കുഞ്ഞ് ജയിച്ചത്. 2005 ഐസ്ക്രീം പാർലർ ആരോപണത്തിൽ PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെത്തിയത് VK ഇബ്രാഹിം കുഞ്ഞ്. വ്യവസായ വകുപ്പിന്റെ ചുമതല. 2011-2016 കാലത്ത് 2ാം ഉമ്മൻചാണ്ടി സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. 400 ദിവസം കൊണ്ട് 100 പാലങ്ങൾ നിർമ്മിക്കാനുള്ള വെല്ലുവിളി ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് ശ്രദ്ധേയ നേട്ടമായി. ടെൻഡറും പേയ്മെന്റും നടപ്പാക്കി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേന്മ പരിശോധിക്കാൻ ക്വാളിറ്റി ലാബുകൾ സ്ഥാപിച്ചു. നഷ്ടപ്പെട്ട ലോകബാങ്ക് സഹായം കേരളത്തിന് വീണ്ടും ലഭ്യമാക്കിയതും ഇബ്രാഹിം കുഞ്ഞിന്റെ കാലത്ത്. ഹൈവേകളുടെയും പാലങ്ങളുടെയും ഫ്ലൈ ഓവറുകളുടെയും വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ചെങ്കിലും പാലാരിവട്ടം പാലം അഴിമതി രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയ വെല്ലുവിളിയായി. അഴിമതി ആരോപണത്തിൽ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. പാലാരിവട്ടം അഴിമതിയുമായി ബന്ധപ്പെട്ട് ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇബ്രാഹിം കുഞ്ഞിനെതിരെ അന്വേഷണം നടത്തി. അർബുദബാധയെ തുടർന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇബ്രാഹിം കുഞ്ഞ് മത്സരിച്ചില്ല. പകരം മകൻ അഡ്വക്കേറ്റ് അബ്ദുൾ ഗഫൂറാണ് കളമശ്ശേരിയിൽ മത്സരിച്ചത്. നദീറയാണ് ഭാര്യ. അഡ്വക്കേറ്റ് അബ്ദുൾ ഗഫൂർ, അബ്ബാസ്, അനൂപ് എന്നിവരാണ് മക്കൾ. റിസർച്ച് ഡെസ്ക് 24. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ നിര്യാണത്തിൽ 24ന്റെ ആദരാഞ്ജലികൾ. അലി അക്ബർ പറയുന്നത്, പണ്ടൊക്കെ നമ്മൾ ഈ തുണി വയറ്റിൽ കുടുങ്ങിയത് സംബന്ധിച്ചുള്ള വിവരം ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അലി അക്ബർ പറയാണ്, പണ്ടൊക്കെ ഡോക്ടേഴ്സ് ഒരു നാട്ടിൽ ഏറ്റവും ബഹുമാനം കിട്ടുന്ന ആളുകളായിരുന്നു. ഇന്നിപ്പോൾ അവരിലും വ്യാജന്മാരും മയക്കുമരുന്ന് വ്യാപാരികളും ഒക്കെ വന്നപ്പോൾ കാര്യങ്ങളാകെ
തകടം മറിഞ്ഞു പോയില്ലേ SKN? താങ്കൾ പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. എന്തായാലും നമുക്ക് ബീന ജയൻ പറയുന്ന അവസാനമായപ്പോൾ ഡോക്ടർ ഉറങ്ങിപ്പോയി കാണും, തുണിയും കത്തിരികയും പഞ്ഞിയും അങ്ങനെ രോഗിയുടെ ശരീരത്തിൻ്റെ അകത്തായി പോയതാകും എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ എന്ന് പറയാൻ കഴിയില്ല. ദിനേശ് ഹരിപ്പാട് പറയുന്നു SKN ഡോക്ടർമാർക്ക് ആവശ്യത്തിലധികം പണം പ്രൈവറ്റ് പ്രാക്ടീസിൽ നിന്ന് കിട്ടും, അപ്പോൾ എന്ത് സർക്കാർ ശമ്പളം സിസ്റ്റം ശരിയല്ല എന്നാണ് ദിനേശ് ഹരിപ്പാട് പറയുന്നത്. പ്രൈവറ്റ് പ്രാക്ടീസ് ഇപ്പോൾ നിരോധിച്ചിരിക്കുക സർക്കാർ ഡോക്ടേഴ്സിന്. പക്ഷേ ആരെങ്കിലും നിയമവിരുദ്ധമായിട്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല. രാജസ്ഥാനിലെ കോട്ടയിൽ എക്സോസ്റ്റ് ഹാളിൽ കുടുങ്ങിയ കള്ളൻ പിടിയിലായി. മോഷണം നടന്നതിനിടെ വീട്ടുകാരെത്തി അതോടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് കള്ളൻ കുടുങ്ങിപ്പോയത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസ് എത്തി വളരെ പണിപ്പെട്ടാണ് കള്ളനെ ഇതിൽ നിന്ന് പുറത്തെടുത്തത്. കള്ളന് പറ്റിയ ഒരു അക്കിടിയെ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ബൽറാം. SKN അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോയ ഒരു കള്ളന്റെ വാർത്തയാണ് രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നും പുറത്തു വരുന്നത്. രാജസ്ഥാനിലെ കോട്ടയിൽ സ്വദേശിയായ സുഭാഷ് കുമാർ റാവത്ത് എന്നയാളുടെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വീട്ടിലില്ലായിരുന്നു. 2 ദിവസമായി കുടുംബാംഗങ്ങളോടൊപ്പം ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് വീടിന്റെ എക്സോസ്റ്റ് ഫാനിന്റെ ഹോളിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ ഒരു കള്ളനെ കണ്ടെത്തുന്നത്. ഈ വീട്ടുകാർ ഇല്ലാത്ത അവസരത്തിൽ ഈ വീട് കണ്ടുവച്ച് മോഷണം നടത്തുന്നതിനിടെ വീട്ടുകാർ അപ്രതീക്ഷിതമായി എത്തിയപ്പോൾ കള്ളൻ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഇയാളോടൊപ്പമുള്ള ആൾ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ വീട്ടുകാർ എത്തിയതോടെ അവരെ ഭീഷണിപ്പെടുത്താനായിരുന്നു ഈ കള്ളൻ ശ്രമിച്ചത്. തന്നോടൊപ്പമുള്ളവർ പ്രദേശത്തുണ്ട് എന്നും തന്നെ രക്ഷിച്ച് വെറുതെ വിട്ടില്ലെങ്കിൽ അവർ ആക്രമിക്കുമെന്നും ഭീഷണി മുഴക്കി. തുടർന്ന് വീട്ടുകാർ പോലീസിനെ അറിയിച്ച് പോലീസ് പണിപ്പെട്ടാണ് ഇയാളെ പുറത്തിറക്കിയത്. അതിൽ ഗൗരവമുള്ള ഒരു വിഷയം എന്നുള്ളത് ഈ കള്ളനും ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കള്ളനും ചേർന്ന് ഒരു പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ച വാഹനത്തിലായിരുന്നു മോഷ്ടിക്കാൻ എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഇയാളുടെ പോലീസ് നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. SKN. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകളുമായി SIT. ദേവസ്വം മിനിറ്റ്സിൽ ചെമ്പുപാളി എന്ന് തിരുത്തി എഴുതിയത് മനഃപൂർവ്വം. കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യപ്പെട്ടത് തന്ത്രി എന്ന A. പത്മകുമാറിന്റെ വാദം തെറ്റെന്നും SITയുടെ സത്യവാങ്മൂലം. കൂടുതൽ വിവരങ്ങൾ വിഷ്ണു സുരേഷ് നൽകും കൊച്ചിയിൽ നിന്ന്. പറയൂ വിഷ്ണു. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പത്മകുമാറുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ ഇതുവരെ SIT നടത്തിയിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേവസ്വം മിനിറ്റ്സിൽ പത്മകുമാർ തിരുത്തൽ വരുത്തിയത് മനഃപൂർവ്വമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സ്വർണം പൊതിഞ്ഞ പാളിയാണിതെന്ന് പത്മകുമാറിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെമ്പ് പാളി എന്ന് എഴുതി ചേർത്തു മിനിറ്റ്സിൽ എന്നാണ് SIT കണ്ടെത്തൽ. ഒപ്പം ഇത് അനുവദിക്കുന്നു, അതായത് ഇത് കൊണ്ടുപോകാൻ അനുവദിക്കുന്നു എന്ന ഭാഗം സ്വന്തം കൈപ്പടയിൽ എഴുതി ചേർത്തതിന്റെ രേഖകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്ത്രി അനുമതി നൽകിയ ശേഷമാണ് ഇത് കൊണ്ടുപോകാൻ തന്ത്രി അനുമതി നൽകിയെന്ന് പത്മകുമാർ നേരത്തെ ഹൈക്കോടതിയിലും അതോടൊപ്പം തന്നെ ജാമ്യഹർജിയിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ SIT വ്യക്തമാക്കുന്നത്. ബഹസറിൽ തന്ത്രി ഒപ്പിട്ടെന്ന വാദത്തിനും തെളിവില്ല എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യപ്പെട്ടത് തന്ത്രിയല്ല എന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത്തരം രേഖകൾ SITക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പാളി കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് അനുമതിയും വാങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോൾ SIT പറയുന്നത്. അങ്ങനെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. SIT ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കൾ അതോടൊപ്പം തന്നെ അതിന്റെ പവിത്രത അതിന്റെ പാരമ്പര്യമൊക്കെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ആളാണ്. അത്തരത്തിൽ അത് സംരക്ഷിക്കപ്പെട്ടില്ല. അങ്ങനെ ഒരു വീഴ്ച കൂടി നിലവിൽ മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുത് എന്നാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അത് സൂചിപ്പിക്കുന്നത് A. പത്മകുമാറിന് കുരുക്കു മുറുകുന്നു എന്നാണ്. അദ്ദേഹം അല്ലെങ്കിൽ CPM ഒക്കെ പ്രതിരോധിക്കുന്ന തരത്തിൽ അത്തരത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. A. പത്മകുമാറിന് ചില ഗുരുതര വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തലാണ് ഇപ്പോൾ ഹൈക്കോടതി മറ്റൊരു ബെഞ്ചിൽ, അതായത് ജാമ്യഹർജി പരിഗണിക്കുന്ന ബെഞ്ചിൽ സത്യവാങ്മൂലമായി ഇപ്പോൾ SIT നൽകിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ഇനി ശബരിമല വാർത്തകളാണ്. ശരണം സന്നിധാനം.
ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ ഇപ്പോൾ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 93,000 കടന്നുവെന്നാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നത്. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ശബരിമല സന്നിധാനത്ത് ചേരുന്നു. ശ്രീജിത്ത്, തിരക്ക് കാര്യമായിട്ടുണ്ടല്ലേ? ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിന്ന് രാവിലെ മുതൽ തന്നെ ഏതാണ്ട് പുലർച്ചയോടുകൂടി തന്നെ അയ്യപ്പ ഭക്തർ പമ്പയിൽ നിന്ന് കുളിച്ച് മല കയറാൻ ആരംഭിച്ചു. ആ തിരക്കാണ് കാണുന്നത്. ഇന്ന് 8 മണിയോടുകൂടി തന്നെ അത് 1 ലക്ഷം പിന്നിട്ട് കഴിഞ്ഞു. ഇന്നലെ 1,02,000 എന്ന നമ്പറായിരുന്നു അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണത്തിൽ വെർച്വൽ ക്യൂവും മറ്റ് സിവിൽ ദർശനവും അടക്കം രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാം. മരക്കൂട്ടവും കടന്ന് ശബരി പീഠവും കടന്നൊക്കെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പരിധിവരെ അയ്യപ്പ ഭക്തരെ മല കയറാൻ സഹായിക്കുന്നുണ്ട്. നിയന്ത്രണങ്ങളുണ്ട്. പമ്പയിൽ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് കടത്തിവിടുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമ്മുടെ ക്യാമറാമാൻ നിഖിൽ ആ ദൃശ്യങ്ങൾ പകർന്നു. വളരെ പാടുപെട്ടാണ് പോലീസ് അയ്യപ്പന്മാർ ആളുകളെ കടത്തിവിട്ടുകൊണ്ടേയിരിക്കുന്നത്. നിരവധി ആളുകൾ നിരവധി അയ്യപ്പ ഭക്തർ ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് രാത്രിയോടുകൂടി 11 മണിക്ക് നട അടയ്ക്കുന്നതിന് മുൻപ് 1,25,000. അങ്ങനെയാണെങ്കിൽ അത് ഈ നട തുറന്ന മകരമണ്ഡല വിളക്കിന് നട തുറന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു റെക്കോർഡായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും അത് ഒരു വരും മണിക്കൂറുകളിൽ അത് കൂടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അടുത്ത ദിവസവും സമാനമായ രീതിയിൽ ഭക്തജന തിരക്ക്, തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർത്ഥാടകർ നിയന്ത്രണങ്ങൾ പോലീസ് കാര്യമായ രീതിയിൽ നിയന്ത്രണങ്ങൾ പറയുന്ന സമയത്ത് അത് പരമാവധി പാലിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തിരക്ക് അതിനൊരു തടസ്സമാണ്. എന്തായാലും ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. റെക്കോർഡ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. SK. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു. ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, ന്യൂസ് ഹെഡ്ലൈൻസ്. 24 ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകളുമായി പ്രത്യേക അന്വേഷണ സംഘം. ദേവസ്വം മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയത് മനഃപൂർവ്വം. മഹസറിൽ തന്ത്രി ഒപ്പിട്ടെന്ന വാദത്തിനും തെളിവില്ലെന്ന SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ലക്ഷ്യമിട്ടത് വൻ കവർച്ചയെന്നും അന്വേഷണ സംഘം. ശ്രീകോവിലെ മറ്റ് സ്വർണ്ണ ഉരുപ്പടികൾ കടത്താൻ 3 പേരും ഗൂഢാലോചന നടത്തിയെന്നും SIT ഹൈക്കോടതിയിൽ. 24 എക്സ്ക്ലൂസീവ്. വയനാട് മാനന്തവാടി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച യുവതിയുടെ വയറ്റിൽ നിന്ന് 2.5 മാസത്തിന് ശേഷം തുണിക്കഷ്ണം ലഭിച്ചെന്ന പരാതി. ചികിത്സാ പിഴവ് ആരോപിച്ച് പരാതി നൽകിയത് പാണ്ടിക്കടവ് സ്വദേശിനിയായ യുവതി. കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, വെള്ളം കുടിച്ചാൽ മതി, മറ്റേ വെള്ളം കുടിച്ചാൽ മതി, പിന്നെ കുറേ മരുന്നൊക്കെ തന്ന് എന്നിട്ട് അങ്ങ് നമ്മളെ വിട്ട് ചെയ്ത്. പിന്നെ ഭയങ്കര വയറുവേദന, സ്മെല്ല് എല്ലാം വന്നായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് എന്തുകൊണ്ട്, പിന്നെ സ്മെല്ലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഞാനും അമ്മയും കൂടെ ആശുപത്രിയിൽ പോയി ഡോക്ടറുടെ ഉള്ളിൽ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, മരുന്നും കാര്യങ്ങളും തന്നു, ഒരു കുഴപ്പമില്ല. 2 പ്രാവശ്യം ചെക്ക് ചെയ്തു, എന്നിട്ടും ഒരു കുഴപ്പമില്ല എന്നാണ് വീട്ടിലോട്ട് വന്നത്. അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയെന്ന മന്ത്രി OR കേളു 24നോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി ഹൈക്കോടതിയിൽ. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കും മുമ്പ് തന്റെ വാദം കേൾക്കണമെന്ന ആവശ്യം. തനിക്ക് നേരെ വൻ സൈബർ ആക്രമണമെന്നും അതിജീവിത. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. തിരുവനന്തപുരം കിളിമാനൂരിൽ പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിലായി. പിടിയിലായത് അധ്യാപകനായ N. ശാലു. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മുന്നിൽ വീഡിയോ കോളിലൂടെ നഗ്നത പ്രദർശിപ്പിച്ചുവെന്നാണ് കേസ്. അധ്യാപകനെ സംരക്ഷിക്കാൻ സ്കൂൾ അധികൃതർ ശ്രമിച്ചെന്ന ആരോപണവുമായി പെൺകുട്ടിയുടെ അമ്മ രംഗത്ത് വന്നു. ശബരിമല സന്നിധാനത്ത് ഇപ്പോഴും വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു. ഇന്ന് രാത്രി 7 മണിവരെ മല ചവിട്ടിയത് 93,000-ലധികം തീർത്ഥാടകർ. പമ്പയിലും നിലയ്ക്കലിലും നിയന്ത്രണങ്ങൾ തുടരുകയാണ്. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായി VK ഇബ്രാഹിം കുഞ്ഞിന് രാഷ്ട്രീയ കേരളത്തിന്റെ ആദരാഞ്ജലി. അന്ത്യം 73-ാം വയസ്സിൽ 60 രോഗബാധിതനായി ചികിത്സയിലിരിക്കെ. കബറടക്കം നാളെ രാവിലെ 10 മണിക്ക് ആലുവ ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. 2 തവണ മന്ത്രിയും 4 തവണ MLAയുമായി. അനുശോചിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പ്രമുഖർ.
വിടവാങ്ങിയത് മധ്യ കേരളത്തിൽ ലീഗിൻ്റെ മുഖമായിരുന്ന നേതാവ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 2 വാരത്തോടെ നടക്കാൻ സാധ്യത. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ആലോചന. വിജ്ഞാപനം മാർച്ചിലുണ്ടാകും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം സംസ്ഥാനത്തെത്തും. ചീഫ് ഇലക്ടറൽ ഓഫീസറുമായി പ്രാഥമിക ചർച്ചകൾ നടത്തി. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത മുൻനിർത്തി ടേം വ്യവസ്ഥ ഒഴിവാക്കാൻ CPIM. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ ധർമ്മടത്ത് മത്സരിക്കും. KK ശൈലജയെയും TP രാമകൃഷ്ണനെയും മത്സരത്തിനിറക്കാൻ ആലോചന. വീണ ജോർജും KU ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കുമെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. പത്തനാപുരത്ത് തന്നെ താൻ മത്സരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. UDFിൽ അനൗപചാരിക സീറ്റ് ചർച്ചകൾ. കളമശ്ശേരി ഇടുക്കി സീറ്റുകൾ ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസിൽ അഭിപ്രായം. K ബാബു മത്സരിക്കുന്നില്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ M ലിജുവിനെ പരിഗണിക്കാൻ സാധ്യത. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടാകുമെന്ന് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നു. പട്ടാമ്പി കൽപ്പറ്റ സീറ്റുകൾ ആവശ്യപ്പെടാൻ ലീഗ്. മത്സരിക്കുന്നെങ്കിൽ താൻ ചവറയിൽ തന്നെ മത്സരിക്കുമെന്ന് ഷിബു ബേബി ജോൺ. നിയമം സീറ്റിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. നിയമത്ത് മത്സരിക്കാനില്ല എന്ന V ശിവൻകുട്ടിയുടെ പ്രസ്താവന CPM BJP അന്തർധാരയുടെ തെളിവെന്ന് K മുരളീധരൻ. നിയമത്ത് അക്കൗണ്ട് തുറക്കാൻ ഇനി BJP കഴിയില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ BJP നേതൃത്വത്തെ താൽപ്പര്യമറിയിച്ച് നടൻ കൂടിയായ G കൃഷ്ണകുമാർ. മഞ്ചേശ്വരത്ത് സംസ്ഥാന നേതാക്കൾ സ്ഥാനാർത്ഥിയാകുമെന്നാണ് പ്രതീക്ഷയെന്ന് BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി. പുനർജനി പദ്ധതി സംബന്ധിച്ച വിജിലൻസ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. VD സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷൻ തമ്മിൽ അവിശുദ്ധ ബന്ധമെന്ന വിജിലൻസിന്റെ ആരോപണം. UK-യിൽ പ്രതിപക്ഷ നേതാവിന്റെ താമസം ഏർപ്പാടാക്കിയതും ചെലവുകൾ വഹിച്ചതും മണപ്പാട് ഫൗണ്ടേഷൻ. ധാരണാപത്രം ഒപ്പിടാതെ സന്നദ്ധ സംഘടനകൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും വിജിലൻസിന്റെ കണ്ടെത്തൽ. തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയിക്ക് CBIയുടെ സമൻസ്. ഈ മാസം 12-ന് ഡൽഹിയിലെ ഓഫീസിൽ ഹാജരാകണം. വിജയ് നായകനായ ജനനായകന്റെ റിലീസിംഗും പ്രതിസന്ധിയിലായി. ജനനായകന് സെൻസസ് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തീരുമാനം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടു. നിർമ്മാതാക്കൾ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി നാളെ പരിഗണിക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ അടുത്ത മാസം 14-ാം തീയതി മുതൽ 14 ക്ലബ്ബുകളും മത്സരരംഗത്തുണ്ടാകുമെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹോം ആൻഡ് എവേ ഫോർമാറ്റിൽ തന്നെ മത്സരങ്ങൾ നടത്തുമെന്നും പ്രഖ്യാപനം. പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച അധ്യാപകന് സസ്പെൻഷൻ. വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി AUയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. മാനേജരെ അയോഗ്യനാക്കണമെന്നും ശുപാർശ. പീഡന വിവരം മറച്ചുവെച്ചെന്ന പരാതിയിൽ പ്രധാന അധ്യാപികയോടും ക്ലാസ് ടീച്ചറോടും വിശദീകരണം തേടി. KSRTCയുടെ പ്രതിദിന വരുമാനത്തിൽ സർവകാല റെക്കോർഡ്. ആകെ വരുമാനം ഇന്ന് 13 കോടി രൂപ കടന്നു. ടിക്കറ്റ് ഇനത്തിൽ മാത്രം ലഭിച്ചത് 12 കോടി 18 ലക്ഷം രൂപ. ശ്രീ മോഹൻലാൽ അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ നമ്മളോട് സഹകരിക്കുകയും നമ്മളെ വിജയത്തിലേക്ക് നയിക്കാൻ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു സന്തോഷ വാർത്തയുണ്ട്. ശ്രീ മോഹൻലാൽ KSRTCയുടെ ഗുഡ് വിൽ അംബാസഡറായിട്ട് പ്രവർത്തിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. നമ്മുടെ ബ്രാൻഡ് അംബാസഡർ അല്ല, ഗുഡ് വിൽ അംബാസഡർ എന്ന നിലയിൽ പണം വാങ്ങാതെ അദ്ദേഹം നമ്മളോട് സഹകരിക്കാം, നമ്മളെ പരസ്യങ്ങളിലും മറ്റും വന്ന് KSRTC സഹായിക്കാമെന്ന് അദ്ദേഹം എനിക്ക് നേരിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട്. അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് ഏറ്റവും നല്ല സംവിധായകരെ വെച്ച് നല്ല കുറച്ച് ആഡ് അദ്ദേഹത്തെ വെച്ച് എടുക്കും KSRTC. നടൻ മോഹൻലാൽ KSRTCയുടെ ഗുഡ് വിൽ അംബാസഡർ ആകുന്നു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് വിവരം വെളിപ്പെടുത്തിയത്. ഫസ്റ്റ് ഓൺ 24. കൊല്ലം കോർപ്പറേഷനിലെ തിരിച്ചടിക്ക് കാരണം പൊതുസമ്മതനല്ലാത്ത വ്യക്തിയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയതെന്ന് CPMന്റെ റിപ്പോർട്ട്. പരാമർശം തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി സംബന്ധിച്ച ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടിൽ. യോഗത്തിൽ വികാരാധീനായി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മേയർ സ്ഥാനാർത്ഥിയുമായ VK അനിരുദ്ധൻ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാലക്കാട് ജില്ലയിൽ CPM-CPI പോര്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 4-കിട രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറുന്നുവെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി അംഗം S അജയ്കുമാർ ആരോപിച്ചു. CPIക്കാർക്ക് ഉത്തരം താങ്ങുന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണെന്നും കുറ്റപ്പെടുത്തൽ. അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേക തരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി CPI മാറി. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് CPIക്കാർക്കുള്ളത്.
മറുപടിയുമായി CPI ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു. ായിട്ടുള്ള പ്രാദേശിക സഖാക്കളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പാർട്ടി അതിന് അനുവാദം കൊടുത്തത് സത്യമാണ്. അത് ഞങ്ങൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞതുമാണ്. അതിനെതിരെ ഇത്രയേറെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പ്രതിപാദിക്കേണ്ട ഒരു കാര്യവും അതിനകത്തില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മാനസിക വിഭ്രാന്തിയുണ്ട്. അത് അദ്ദേഹം CPIM-ന്റെ ജില്ലാ നേതൃത്വമാണ് അദ്ദേഹത്തിന് അതിനെ തടയിടേണ്ടത് എന്നുള്ളതാണ് പറയാൻ. എസ് അജീവ് കുമാറിന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. കോഴിക്കോട് ഗോവിന്ദപുരത്ത് വൻ ലഹരിവേട്ട. 700 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിലായി. കാസർഗോഡ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നൽകാത്തതിന് കട തല്ലി തകർത്ത 3 പേർ അറസ്റ്റിലായി. പത്തനംതിട്ട പെരുമ്പിട്ടിയിലും വൻ ലഹരിവേട്ട. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ ഇടത്തരം മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കൊലവിളി പ്രസംഗം നടത്തിയ CPM നേതാവിനെതിരെ പരാതി നൽകി മുസ്ലിം ലീഗ്. കൊലവിളി പ്രസംഗം നടത്തിയത് DYFI മുൻ ജില്ലാ ട്രഷററും CPM സുൽത്താൻ ബത്തേരി ഏരിയ കമ്മിറ്റി അംഗവുമായ ലിജോ ജോണി. വിവാദമായത് CPM പ്രവർത്തകർക്ക് നേരെ കുതിര കയറാൻ വന്നാൽ നേരിടും എന്ന പരാമർശം. ഉത്തർപ്രദേശിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കരട് പട്ടികയിൽ നിന്ന് 3 കോടിയോളം പേർ പുറത്തായി. 18% ഫോമുകൾ തിരികെ എത്തിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. പശ്ചിമ ബംഗാളിലെ SIR നടപടിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയിലെത്തി. 58 ലക്ഷം വോട്ടേഴ്സിനെ നിയമവിരുദ്ധമായി ഒഴിവാക്കിയെന്ന ആരോപണം. അമേരിക്ക പിടികൂടിയ വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ജയിലിലേക്ക് മാറ്റി. വെനസ്വേലയുടെ ഭരണ ചുമതല തനിക്കെന്ന് ട്രംപിന്റെ പ്രഖ്യാപനം. 1 മാസത്തിനുള്ളിൽ വെനസ്വേലയിൽ പുതിയ തെരഞ്ഞെടുപ്പ് അസാധ്യമെന്നും ഡൊണാൾഡ് ട്രംപ്. താൻ തന്നെയാണ് പ്രസിഡന്റ് എന്ന് ആവർത്തിച്ച മഡൂറോ. കൊളംബിയ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് കൊളംബിയ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വീണ്ടും ആക്രമണം. മാധ്യമപ്രവർത്തകനടക്കം 2 പേർ കൊല്ലപ്പെട്ടു. കാളിഗഞ്ചിൽ 40 വയസ്സുകാരിയെ കൂട്ടബലാത്കാരം ചെയ്തു. 3 ആഴ്ചക്കിടെ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 6 പേർ. തമിഴ്നാട് തിരുപ്പരംകുണ്ട്രം ക്ഷേത്രത്തിലെ കാർത്തിക ദീപം തെളിയിക്കൽ കേസിൽ തമിഴ്നാട് സർക്കാരിന് വൻ തിരിച്ചടി. ദർഗയ്ക്ക് സമീപമുള്ള സ്തംഭത്തിൽ ദീപം തെളിയിക്കണമെന്ന സിംഗിൾ ബെഞ്ച് വിധി ശരിവെച്ച് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സംസ്ഥാന സർക്കാർ സാങ്കല്പിക ഭീതി പരത്തുന്നെന്ന് കോടതിയുടെ വിമർശനം. സ്റ്റാലിൻ സർക്കാർ എന്നും സനാതന ധർമ്മത്തെ ആക്രമിക്കുന്നുവെന്നും BJP. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുരേഷ് കൽമാടിക്ക് വിട. വിയോഗം 81-ാമത്തെ വയസ്സിൽ പൂനെയിൽ വെച്ച്. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. വിടവാങ്ങിയത് ദീർഘകാലം കായിക സംഘടനകളുടെ തലപ്പത്തിരുന്ന നേതാവ്. സ്വർണ്ണവില ഈ മാസത്തെ ഉയർന്ന നിരക്കിൽ പവന് 440 രൂപ കൂടി 1,01,800 രൂപയായി. ഗ്രാമിന് 12,725 രൂപയാണ് വില. അന്താരാഷ്ട്ര വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമായത് അമേരിക്ക വെനസ്വേല സംഘർഷാവസ്ഥ. ഇൻഡോറിൽ മലിനജലം കുടിച്ചുണ്ടായ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മധ്യപ്രദേശ് ഹൈക്കോടതി. 15 ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാന തലത്തിൽ എന്ത് നടപടിയെടുത്തെന്ന കോടതിയുടെ ചോദ്യം. ഇൻഡോർ നഗരത്തിലെ മുഴുവൻ കുടിവെള്ളവും സുരക്ഷിതമല്ലെന്നും പരാമർശം. ചീഫ് സെക്രട്ടറി മറുപടി നൽകണമെന്നും മധ്യപ്രദേശ് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ചികിത്സാ ചെലവ് വഹിക്കുമെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. ഇന്ത്യയിൽ ചരിത്രം കുറിച്ച് ഹൈഡ്രജൻ പവർ ട്രെയിൻ വരുന്നു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ പവർ ട്രെയിൻ ഈ മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ആദ്യ സർവീസ് ഹരിയാനയിലെ ജിന്ദിൽ നിന്നും സോണിപത്തിലേക്ക്. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ വൻ മോഷണം. അക്കാദമി ക്യാമ്പസിനുള്ളിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദനമരങ്ങൾ മോഷണം പോയി. മുറിച്ചു കടത്തിയത് 30 കൊല്ലത്തിലേറെ പഴക്കമുള്ള മരങ്ങൾ. മോഷണം നടന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിൽ. രാത്രികാലങ്ങളിൽ പ്രത്യേക പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്ന അക്കാദമി അഡ്മിനിസ്ട്രേഷൻ DYSPയുടെ സർക്കുലർ. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. അടിയന്തര ആവശ്യമില്ലെങ്കിൽ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം. നിലവിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര പോകരുതെന്ന് മുന്നറിയിപ്പ്. നേപ്പാളിന്റെ അതിർത്തി മേഖലകളിൽ കർഫ്യൂ നടപടി. ബിർഗുഞ്ചിൽ വർഗീയ കലാപം വ്യാപിച്ചതിനെ തുടർന്ന് സംഘർഷമുണ്ടായത് ആരാധനാലയം പൊളിച്ചതുമായി ബന്ധപ്പെട്ട ടിക്ടോക്ക് വീഡിയോ പ്രചരിച്ചതോടെ. ബിൽഗുഞ്ചിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തി അടച്ചിട്ടു. പാലക്കാട് അകത്തേത്തറയിൽ പുലിപ്പേടി.
ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വളർത്തുനായെ കടിച്ചു കൊന്നു. ഇടുക്കി മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായി. ഓട്ടോറിക്ഷ തകർത്തെറിഞ്ഞു. തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ഭീതി. പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തിയ ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക് വിശദമായി. വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJP UDF ധാരണയിൽ പ്രതികരണവുമായി കോൺഗ്രസ് നിന്നുള്ള വാർഡംഗം. BJPയുമായി കൂട്ടുചേരാൻ തീരുമാനിച്ചത് പാർട്ടി ധാരണ പ്രകാരമെന്ന് വാർഡംഗം MD കരുണാകരൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളെ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് BJPക്കാർ അടക്കം കൂട്ടുനിന്നിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഈ പറഞ്ഞ 3 അംഗങ്ങളെ തെരഞ്ഞെടുപ്പിക്കുന്നത്. അത് രാവിലെ തന്നെ പാർലമെൻറ്റ് പാർട്ടി ഉണ്ടായിരുന്നു. പാർലമെൻറ്റ് പാർട്ടി ഓർത്ത് വെച്ച് BJP ആയിട്ട് അലയൻസ് ഉണ്ടെന്നും അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യണമെന്ന് പറയുക അനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്തില്ല. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നമ്മളെ BJPയുടെ പ്രതിനിധി തിരഞ്ഞെടുക്കുകയും മറ്റേ വികസന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ സാരി തിരഞ്ഞെടുക്കുകയും അതുപോലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസിൻ്റെ അംഗത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പാർട്ടി നിർദ്ദേശമനുസരിച്ച്. വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, വിവരങ്ങൾ പറയൂ. SKN പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള UDF BJP ധാരണ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതായത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ആളാണ്, ഒപ്പം തന്നെ മുൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയെന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും കൃത്യമായ ധാരണ ഇതിനകത്ത് ഉണ്ടായിരുന്നു. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ UDFനും 1 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്വം BJPക്കും നൽകുന്ന വിധത്തിലേക്കാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ മണ്ഡലം പ്രസിഡന്റ് അടക്കം ധാരണയുണ്ട് എന്നുള്ളതാണ് MD കരുണാകരൻ പരസ്യമായി തന്നെ പ്രതികരിക്കുന്നത്. ഇന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. കക്ഷിനില LDFന് 9ഉം UDFന് 8ഉം BJPക്ക് 4 അംഗങ്ങളാണുള്ളത്. ഇതിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒപ്പം തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വനിതകൾക്കാണ്. ഇതാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് BJPയുടെ പ്രതിനിധിയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതായത് ഇവർക്ക് 12 സീറ്റ് പിൻബലം, വോട്ടുകളുടെ പിൻബലമാണ് UDFന് ഉണ്ടായിരിക്കുന്നത്. ഇത് 8 വോട്ടുകൾ കോൺഗ്രസിന്റെ, UDFന്റെ വോട്ടുകൾ, ബാക്കി 4 വോട്ടുകൾ BJPയുടെ വോട്ടുകൾ. ഈ വിധത്തിലാണ് ഇത്തരത്തിലൊരു ധാരണ പരസ്യമായ രീതിയിൽ തന്നെ. അങ്ങനെ 12 വോട്ടുകളുടെ മെജോറിറ്റിയിലാണ് ഇവർക്ക് ഇത്തരത്തിൽ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ CPM പരസ്യ പ്രതികരണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. വലിയ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് പുൽപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്നത് CPMന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതികരണങ്ങളും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. ടെലിഫോണിലാണ് സുർജിത്ത് ഉണ്ടായിരുന്നത്. അമേരിക്ക വെനസ്വേല സംഘർഷ പശ്ചാത്തലത്തിൽ സ്വർണ്ണ കുതിപ്പ് തുടരുകയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയുടെ വിലയിലാണ് കുതിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ പവന് 440 രൂപ കൂടി ഇപ്പോൾ ഒരു പവന് 1,18,800 രൂപയായി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. 2025 ഡിസംബർ 23 പവന് 1 ലക്ഷം എന്ന നാഴികക്കല്ല് കടന്ന സ്വർണം പിന്നെ തുടർച്ചയായ വിലക്കയറ്റത്തിലായിരുന്നു. വിലവർധന 1,04,440 എന്ന സർവകാല റെക്കോർഡിലെത്തിയതിനു ശേഷം സ്വർണ്ണവില കുറയാൻ തുടങ്ങി. വിലക്കയറ്റം രാജ്യാന്തര വിപണിയിൽ ലാഭമെടുപ്പിലേക്ക് നയിച്ചതോടെയാണ് സംസ്ഥാനത്തും വില താഴ്ന്നത്. വെനസ്വേലൻ തലസ്ഥാനത്ത് കടന്നുകയറി പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക തടവിലാക്കിയത് നിക്ഷേപകരിൽ ആശങ്ക സൃഷ്ടിച്ചു. സ്വർണം സുരക്ഷിത നിക്ഷേപമായി കണ്ട് കൂടുതൽ പേർ നിക്ഷേപം നടത്തിയതോടെ വീണ്ടും വിലക്കുതിപ്പ് തുടങ്ങി. ഇന്നലെ സംസ്ഥാനത്ത് 3 തവണയായി ഒരു പവന് 600 രൂപയാണ് കൂടിയത്. ഇന്നും 1 തവണ വില കൂടിയേക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. അമേരിക്ക വെനസ്വേല സംഘർഷത്തിൽ അയവ് വരാത്തത് വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരാനിടയാക്കിയേക്കും. ബിസിനസ് ഡെസ്ക് 24. വരുമാനത്തിൽ KSRTCക്ക് സർവകാല റെക്കോർഡ്. ഇന്നലത്തെ പ്രതിദിന വരുമാനം 13 കോടി രൂപ കടന്നു. രാജ്യത്തെ ഗതാഗത മേഖല ആർക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണിതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നു. മോഹൻലാൽ KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ ആകുമെന്നും മന്ത്രി അറിയിച്ചു. ശബരിമല സീസണൊപ്പം ക്രിസ്മസ് അവധിക്ക് ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനം. അങ്ങനെ ഇന്നലെ KSRTC വരുമാനത്തിൽ ചരിത്രത്തിൽ ആദ്യമായി 13 കോടി രൂപ കടന്നു. ടിക്കറ്റ് വരുമാനത്തിൽ മാത്രം 12 കോടി 18 ലക്ഷം രൂപയാണ് ലഭിച്ചത്. 27,38,000-ലധികം യാത്രക്കാർ ഇന്നലെ KSRTCയെ ആശ്രയിച്ചു. 4,952 ബസ്സുകളാണ് സർവീസ് നടത്തിയത്. 1 കിലോമീറ്ററിന് 66 രൂപ 69 പൈസയാണ് കളക്ഷൻ ലഭിച്ചത്. ടിക്കറ്റ് ഇതര വരുമാനമായി 83,49,000 രൂപയും ലഭിച്ചു. ഇതോടെയാണ് ആകെ വരുമാനം 13 കോടി 1 ലക്ഷം രൂപ കടന്നത്. KSRTCയുടെ ചരിത്ര നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ആർക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണ്. ഈ തിങ്കളാഴ്ച KSRTCയുടെ കളക്ഷൻ
ടിക്കറ്റ് വരുമാനം മാത്രം 12,18,00,000 രൂപയിലേക്ക് വന്നു. കഴിഞ്ഞ മാസം 15-ന് 11,53,00,000 രൂപ വരുമാനം ലഭിച്ചിരുന്നു. മികച്ച വരുമാനം നേടാൻ പരിശ്രമിച്ച KSRTC ജീവനക്കാരെ അഭിനന്ദിച്ചതിനൊപ്പം യാത്രക്കാർക്ക് മന്ത്രി KB ഗണേഷ് കുമാർ നന്ദിയും അറിയിച്ചു. 24 തിരുവനന്തപുരം. ഉത്തർപ്രദേശിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ SIR കരട് പട്ടികയിൽ നിന്ന് 3 കോടിയോളം ആളുകൾ പുറത്തായി എന്ന് വാർത്ത. 18% പേർ ഫോമുകൾ തിരികെ കൊടുത്തിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. ഇതിനിടെ പശ്ചിമ ബംഗാളിലെ SIR നടപടിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു. ഉത്തർപ്രദേശിലെ വോട്ടർ പട്ടികയിൽ നേരത്തെ ഉണ്ടായിരുന്ന 15 കോടി വോട്ടേഴ്സിന്റെ എണ്ണം 12 കോടിയായി കുറഞ്ഞു. 2.89 കോടി വോട്ടർമാരാണ് കരട് പട്ടികയിൽ നിന്ന് പുറത്തായത്. 81% വോട്ടേഴ്സ് ഫോമുകളിൽ ഒപ്പിട്ട് തിരികെ നൽകിയപ്പോൾ 18% പേർ ഫോമുകൾ തിരികെ നൽകിയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. 46.23 ലക്ഷം വോട്ടേഴ്സ് മരിച്ചെന്നും 2.17 കോടി പേർ കുടിയേറിയതായും 25.47 ലക്ഷം പേരുടെ പേരുകൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഒഴിവാക്കൽ. അടുത്ത മാസം 6 വരെ എതിർപ്പുകളും അവകാശവാദങ്ങളും ഉന്നയിക്കാം. അന്തിമ വോട്ടർ പട്ടിക മാർച്ച് 6-നാണ് പ്രസിദ്ധീകരിക്കുക. പശ്ചിമ ബംഗാളിലെ SIR നടപടികൾ ഏകപക്ഷീയമെന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു. 58 ലക്ഷം വോട്ടർമാരെ നിയമവിരുദ്ധമായി ഒഴിവാക്കി. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് TMC കോടതിയെ സമീപിച്ചത്. ഇന്നലെ SIR പ്രക്രിയക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തെ SIR പ്രക്രിയയിലെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കൽ ആരംഭിച്ചു. ഇന്നത്തേക്ക് വാദം പൂർത്തിയായതോടെ തുടർവാദം മറ്റന്നാളത്തേക്ക് മാറ്റി. 24 ഡൽഹി. ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ മുൻ പ്രസിഡന്റ് S ചന്ദ്രൻ നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഇപ്പോഴത്തെ TCCI പ്രസിഡന്റ് S രഘുവേന്ദ്രൻ നായരും അതുപോലെ സെക്രട്ടറി എബ്രഹാം തോമസും ആദരാഞ്ജലികൾ അർപ്പിച്ചു. വളരെ തിരുവനന്തപുരം നഗരത്തിൽ അറിയപ്പെട്ട വ്യവസായിയും പൊതുകാര്യ പ്രസക്തനുമായിരുന്നു S ചന്ദ്രൻ. മറ്റൊരു വാർത്ത കൊണ്ട് ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുകയാണ്. വെനസ്വേലയിലെ അട്ടിമറിക്ക് പിന്നാലെ റഷ്യയ്ക്കും ചൈനയ്ക്കും പരോക്ഷമായ മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ അമേരിക്കൻ ആധിപത്യം ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ലെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് വെനസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് വ്യക്തമാക്കി. ഇടക്കാല പ്രസിഡന്റിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് വെനസ്വേലിയൻ പ്രതിപക്ഷ നേതാവ് മറിയ കൊറീന മച്ചാഡോ ആരോപിച്ചു. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാവുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. വെനസ്വേലയിൽ ഡെൽസി റോഡ്രിഗസ് ഇടക്കാല പ്രസിഡന്റായി നിയമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി ഉയർത്തിയത്. എയർഫോഴ്സ് 1-ൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരാനാണ് ഇന്ത്യയുടെ തീരുമാനമെങ്കിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. വെനസ്വേലയുടെ ആത്യന്തിക ചുമതല വഹിക്കുന്നത് താനാണെന്നും രാജ്യത്തെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തുന്നതുവരെ തിരഞ്ഞെടുപ്പ് നടത്താനാവില്ലെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ ഇടക്കാല പ്രസിഡന്റായി നിയമിതയായ ഡെൽസി റോഡ്രിഗസ് അമേരിക്കയോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയത് കൗതുകമായിട്ടുണ്ട്. ഡെൻമാർക്കിന്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണെന്നും തങ്ങൾക്ക് വേണമെന്നും ട്രംപ് ആവർത്തിച്ചു. മയക്കുമരുന്ന് മാഫിയെ തുരത്താൻ തയ്യാറായില്ലെങ്കിൽ മെക്സിക്കോയ്ക്കും കൊളംബിയയ്ക്കുമെതിരെയും ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. എന്നാൽ കൊളംബിയയ്ക്ക് നേരെ സൈനിക ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പ്രതികരിച്ചു. അമേരിക്കയുടെ പിടിയിലുള്ള വെനസ്വേലയൻ പ്രസിഡന്റിനെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ഇന്നലെ ന്യൂയോർക്ക് കോടതിയിൽ ഹാജരാക്കി. കേസ് മാർച്ച് 17-ന് വീണ്ടും പരിഗണിക്കും. UN രക്ഷാസമിതിയിൽ വെനസ്വേലയ്ക്കെതിരായ അമേരിക്കൻ നടപടിയെ റഷ്യയും ചൈനയും വെനസ്വേലയുടെ മറ്റ് സഖ്യരാജ്യങ്ങളും അപലപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24.